ഒരു ദിവസം എന്റെ ബാബുമോനെ പറ്റി സംസാരിച്ചു പോകുന്ന രണ്ടുപേരെ കാണാനിടയായി. അവൻ ഞങ്ങളുടെ അടുത്ത് വരുമ്പോ 4-5 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. നല്ല സ്നേഹമുള്ള കൊച്ചന. അവൻ കുടുംബത്തിൽ പിറന്ന കുട്ടിയാ, കണ്ടാൽ അറിയാം. അവരെന്റെ മോനെ കാണിച്ചു തരാമെന്നേറ്റു. ജയന്തി മോളയും എടുത്ത് മോനെ കാണാനുള്ള ആർത്തിയോടെ ഞാൻ അവരെ പിന്തുടർന്നു. മനുഷ്യവാസമില്ലാത്ത പല സ്ഥലങ്ങളിലൂടെ അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഇനി എത്ര ദൂരം പോണം? എത്ര ദൂരം പോണെന്നോ? എടാ ബാല, അവരെന്റെ കാലന്മാരായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്കും രക്ഷപ്പെടാനുള്ള വഴികൾ അടഞ്ഞിരുന്നു. ആ ദുഷ്ടന്മാരെന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഈ കൊച്ചു കുഞ്ഞിനെ കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? അയ്യോ, ഞാൻ കൊന്നു. പിന്നെ ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. ഏമാനെ, ഈ സ്ത്രീ കൊച്ചു കുഞ്ഞിനെ കല്ലുകൊണ്ട് അടിച്ചു കൊന്നിരിക്കുന്നു. ഈ വളയും മാലയും ഇവൾ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണ്. ഇവളൊരു കള്ളിയാണ്. ഇത് ഇവളുടെ കയ്യിലിരുന്നതാണ്. ഇത് കണ്ടില്ലേ? അയ്യോ, ഞാൻ കള്ളിയല്ല, ഞാൻ മോഷ്ടിച്ചില്ല. ഈ കുട്ടി എവിടെ നേടിയേ? എന്റെ അയൽവക്കത്തുള്ള കുട്ടിയാ, എന്റെ സ്വന്തം മോളെ പോലെ. ഈ ദുഷ്ടന്മാർ അതിനെ കൊന്നതാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പിഞ്ചു കുഞ്ഞിനെ ഞാൻ കൊല്ലുമോ സാറേ? ഞാൻ കൊല്ലുമോ? നിർത്തു. നിനക്ക് പറയാനുള്ളത് സ്റ്റേഷനിൽ പറയാം. എടാ നാണല്ലേ, ആ കൊച്ചിനെടുത്ത് നിൽക്കൂ. സ്റ്റേഷനിലേക്ക് കൊണ്ടുവരൂ. അങ്ങനെയാണ് ഇത്രയും കാലം ഞാൻ ഈ ജയിലിൽ കഴിയേണ്ടി വന്നത്. ഭവാനി അമ്മയ്ക്ക് ഇന്ന് പോവാം. സുപ്രണ അദ്ദേഹം വരാൻ പറഞ്ഞു. ഒരു ചായ എടുക്കടാ. വാ പൊള്ളുന്ന ചായ. ഇപ്പൊ തരാം. ഇതാണോ വാ പൊള്ളുന്ന ചായ? ചൂടുണ്ട് ചേട്ടാ. ചൂടുണ്ടല്ലേ? എന്നാ നോക്കടാ. അയ്യോ 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 എന്റെ അമ്മേ, അയ്യോ 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 എന്റെ അമ്മേ, നീ എന്നെ പഠിപ്പിക്കാണല്ലേ? ഇപ്പൊ കാണിക്കാം. അമ്മേ അമ്മേ. വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ, അവിടെ വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ. ബാബേട്ടാ, ഇടാ കൊള്ളാമല്ലേ? മിടുക്കൻ. യവന്മാരൊക്കെ ഇങ്ങനെ വേണം പഠിപ്പിക്കാൻ. ആരാ? എന്തു വേണം? അച്ഛൻ ഇവിടെ ഉണ്ടോ? ഏതച്ഛൻ? അറയ്ക്കലച്ഛൻ. അദ്ദേഹം എന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? പത്ത് 12 കൊല്ലം മുമ്പ്. അയ്യോ, അദ്ദേഹം സ്ഥലം മാറിപ്പോയിട്ട് വർഷങ്ങളായല്ലോ. അച്ഛൻ ഇപ്പൊ എവിടെയാണെന്നറിയാമോ? ഒരു വിവരവും ഇല്ല. അപ്പോ
രാജുമോൻ. വക്കീൽ സാർ അകത്തുണ്ടോ? ഉണ്ട്, ചെല്ല്. ആ, നമസ്കാരമുണ്ട് വക്കീൽ സാറേ. മുട്ട പൊരിക്കുമ്പോ സ്വാമി എത്തുമല്ലോ. അവിടെ ഇരി സ്വാമി, ഞാനിപ്പോ വരാം. ഇന്നലെ വക്കീൽ സാറ് കോടതി തകർത്ത് കളഞ്ഞു. എന്താണ് സ്വാമി കേസ് ജയിച്ചല്ലോ? ഈ എറണാകുളം പട്ടണത്തിൽ ക്രിമിനൽ കേസിനെ കാളിങ്കൽ കൃഷ്ണക്കുറുപ്പിനെ ജയിക്കാൻ ആരുമില്ലെന്നാണ് വെപ്പ്. നമ്മുടെ കേസോടുകൂടി അത് തകർന്നു. സാറ് നന്നായി വാദിച്ചു, നാം ജയിച്ചു. ആ. എന്താ സ്വാമി ഇത്? തരാനുള്ളത് തന്നു കഴിഞ്ഞല്ലോ. പിന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെ, സന്തോഷം കൊണ്ടല്ലേ. ആ, സന്തോഷം പ്രകടിപ്പിച്ചല്ലേ, അത് മതി. ഇരിക്കട്ടെ. യുവർ ടു സ്ട്രിക്റ്റ്. എനിക്ക് വളരെ തൃപ്തിയായിട്ടോ. ഞാൻ വരട്ടെ. നല്ല മണം. വക്കീൽ സാർ നല്ലൊരു പാചകക്കാരൻ കൂടിയാണല്ലേ. എന്നാ ഞാൻ വരട്ടെ. ഈ പട്ടരുടെ ഒരു നല്ല മണം ഞാൻ അപ്പോഴേ തീരുമാനിച്ചതാ. എന്തിനു പാവപ്പെട്ട സ്വാമി പറയുന്നു? ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലിയൊക്കെ ആണുങ്ങൾ ചെയ്താ ഇങ്ങനെ ഇരിക്കും. ആ, സാറങ്ങോട്ട് മാറി നിൽക്കണം. ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. ഓ, അങ്ങനെ ആവട്ടെ. കൊള്ളാമല്ലോ, ഇത്ര വേഗം എല്ലാം റെഡിയായല്ലോ. ഈ ഒരു കാര്യം മാത്രം എന്നെ കൊണ്ട് വയ്യ. വയ്യെങ്കിൽ അതിന് വേഗം ഒരു പോംവഴി കണ്ടുപിടിക്കണം. എന്താണ് അതിനൊരു വഴി? അതെ, എന്റെ അച്ഛനോട് പോയി ചോദിച്ചാൽ പറഞ്ഞു തരും. അത് വേണോ? മോള് തന്നെ അങ്ങോട്ട് ചോദിച്ചാ പോരെ? അയ്യോ, ഞാനില്ല. ചിലപ്പോ നമുക്കെതിരായിട്ട് വിധിച്ചാലോ? അതുകൊണ്ട് വക്കീൽ സാർ തന്നെ പോയി വാദിച്ച് ജയിച്ചു വന്നാൽ മതി. ഓക്കെ, ഡൺ. അയ്യോ, പലവരും കാണും. ഡെലീഷ്യസ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫാദർ. ഇരുന്നാട്ടെ. ഇരിക്കൂ. രാജഗോപാലിന്റെ ജോലി തിരക്കിനിടയിൽ വൈകുന്നേരത്തെ പരിപാടി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നത്. സ്കൂളിലെ സമ്മാനദാനത്തിന്റെ കാര്യമല്ലേ? അതിനൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. വലിയ നേതാക്കന്മാരെയും ഉയർന്ന പദവിയിലുള്ളവരെയും ഒക്കെ നേരിട്ട് വന്ന് ക്ഷണിക്കുന്നതല്ലേ അതിന്റെ മര്യാദ. ഞാൻ എത്ര വലിയവനായാലും ഏത് പദവിയിലിരുന്നാലും അച്ഛന്റെ രാജമോൻ തന്നെയാണ്. എപ്പോഴും ഏത് പ്രവൃത്തിയിലും അച്ഛന് ഞാനൊരു അഭിമാനമായിരിക്കും. എനിക്കറിയാം. ഗോഡ് ബ്ലെസ് യു മൈ സൺ.